ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കിയാൽ തനിക്ക് അനുകൂലമാകുമെന്ന് ഏറ്റുമാനൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി.എൻ. വാസവൻ. ഞാൻ വന്നതിന് ശേഷമാണ് കള്ളന്മാരെ പിടിച്ചകത്തിട്ടത്. അതിനുശേഷം പൊന്നയ്യപ്പന് തിരികെ നൽകി. 2 വർഷം ശബരിമല തീർത്ഥാടനം ഭംഗിയായി നടത്തിയതും തന്റെ നേട്ടമാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ആദ്യം ആവശ്യപ്പെട്ടത് താനാണ്. പത്മകുമാർ ഉൾപ്പെടെ എല്ലാത്തിനെയും പിടിച്ചകത്തിടുകയാണ് സർക്കാർ ചെയ്തത്. പത്മകുമാറും വാസവും ഒഴികെയുള്ളവർ എല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണെന്നും വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഏറ്റുമാനൂരിൽ 2ാം ഊഴത്തിന് മന്ത്രി കൂടിയായി വി.എൻ. വാസവൻ ഇറങ്ങുകയാണ്. ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ് എന്താണ് വാസവൻ? 100% ആത്മവിശ്വാസവും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് ഈ പ്രാവശ്യം. ഒന്ന്, പൊതുവിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അന്ന് അനുകൂലമായ ഘടകം. 2, ഈ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയാണോ ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ അക്കമിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ അവസ്ഥയാണ് പൊതുവിൽ ഇതിനെ സംബന്ധിച്ചോളം ഉള്ളത്. അത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നടക്കാത്ത രൂപത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് വരെ ഞാൻ അവതരിപ്പിച്ചു. അത് സാധാരണ ഇതിൽ ആരും തൻ്റെ ഇടം കാണിക്കാത്തതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അത് വെറുതെ അവതരിപ്പിച്ചല്ല, ആദ്യം എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് പൊതുവിൽ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിയുമ്പോൾ റിവ്യൂ ചെയ്തു. അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒപ്പം റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചും പിന്നീട് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്കുള്ള 2 സ്ഥാപനങ്ങൾ, ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജും 2 മഹാത്മാഗാന്ധി സർവകലാശാലയും. ഇത് രണ്ടിനും കേരളത്തിൽ വലിയ രൂപത്തിൽ മുൻപോട്ട് വരാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊടുക്കും. മെഡിക്കൽ കോളേജിൽ തന്നെ 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇതുകൂടാതെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കുറച്ചു മുമ്പ് സംസാരിച്ച നാട്ടം സുരേഷ് പറഞ്ഞ. അടിസ്ഥാന സൗകര്യം ഒന്നും ചെയ്തിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് അവർ പറയുമല്ലോ. ഞാൻ ഒരു കേരളത്തിൽ നുണപ്രചരണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ പ്രതിപക്ഷമല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് കേരള സംസ്ഥാനത്ത് 1